ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി പാന്ത്രയെ വിശ്വാസികൾ കണക്കാക്കിയിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്മാരിൽ പ്രധാനിയാണ് പഞ്ചക്ഷതവനായ പാന്ത്രയെ പിയോ. യേശുവിൻ്റെ ശരീരത്തിലെ പോലെ 5 തിരുമുറിവുകൾ പാന്ത്രയെ പിയോയ്ക്കും ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അദ്ദേഹത്തിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ ഒരു കർഷക കുടുംബത്തിലാണ് പാന്ത്രെ ജനിച്ചത്. ബാലനായ പാന്ത്രെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുവാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും താൽപ്പര്യം കാട്ടിയ പാന്ത്രയെ ആടുകളെ മേയ്ക്കാനായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. അവിടെ ഏകന ആടുകൾക്കൊപ്പം നടക്കുന്ന സമയം മുഴുവൻ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നീക്കിവെച്ചു. 19-ാം വയസ്സിൽ പാന്ത്രയെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പാന്ത്രയെ നിരവധി രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചിരുന്നു. കഠിനമായ ചുമയും ശ്വാസകോശ രോഗങ്ങളും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. എന്നാൽ രോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. 22-ാം വയസ്സിൽ പാന്ത്രെ പൗരോഹിത്യം സ്വീകരിച്ചു. പുരോഹിതനായി 8-ാം വർഷം, അതായത് 1918 സെപ്റ്റംബർ 20-നാണ് പാന്ത്രയുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും മനസ്സൊരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പാന്ത്രയെ പിയോയുടെ ശരീരത്തിൽ യേശുവിൻ്റേതുപോലെ 5 തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം വളരെ വേഗം പ്രചരിക്കപ്പെട്ടു. അദ്ദേഹത്തെ കാണുവാനും അനുഗ്രഹം നേടുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരെ ആളുകൾ അവിടെ എത്തിയിരുന്നു. കൂദാശയ്ക്കിടയിൽ വിശുദ്ധ പിയോയുടെ അടുത്ത് കുമ്പസരിക്കാൻ ഒരു പിശാച് വന്ന സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം മാന്യമായി വസ്ത്രം ധരിച്ച് മെലിഞ്ഞ ഒരു വ്യക്തി കുമ്പസരിക്കാൻ വന്നു. കുമ്പസാരത്തിനിടയ്ക്ക് ദൈവത്തിനും അയൽക്കാരനും എതിരായി താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞു. പാപങ്ങൾ കേട്ട് വിശുദ്ധ പാന്ത്രെ പിയോ ബൈബിളിൻ്റെയും സഭയുടെ പഠനങ്ങളുടെയും വിശുദ്ധന്മാരുടെയും ധാർമ്മികതയുടെയും വെളിച്ചത്തിൽ ആ വ്യക്തി ചെയ്ത പാപങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനിടയിൽ ആ വ്യക്തി തന്ത്രപൂർവം ഉപദേശങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ടിരുന്നു. പാവങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തു. ഇത് വിശുദ്ധ പാന്ത്രെ പിയോയെ വളരെയധികം വിഷമിപ്പിച്ചു. അദ്ദേഹം വളരെ വിഷമത്തോടെ ഇതാരാണ് എന്നറിയാൻ ഇതാരാണ്, എവിടെ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ വളരെയധികം ശ്രമിച്ചു. ആ നിമിഷത്തിൽ ആന്തരിക വെളിച്ചത്തിലൂടെ വിശുദ്ധൻ ആ വ്യക്തിയെ മനസ്സിലാക്കുകയും അത് പിശാചാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആ നിമിഷം തന്നെ യേശു നീനാൾ വാഴട്ടെ, മറിയം നീനാൾ വാഴട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഉടൻ തന്നെ പിശാച് ഒരു തീയിൽ അപ്രത്യക്ഷമാകുകയും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം അവിടെ വ്യാപിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ പാന്ത്രെ പിയോയുടെ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്.